എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും സംശയം ഉണ്ട്, കമന്റുകളൊക്കെ നോക്കണം, എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിലെല്ലാവർക്കും ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇനി എന്തായിരിക്കും. പലരും ഇന്ത്യയിലിനെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ തിരക്കുള്ളവരൊക്കെ പോകണം ഞാൻ പറയുന്നില്ല, കണ്ടോളി. ഓക്കെ, ഭയങ്കര തിരക്കുള്ളവരൊക്കെ പോയിക്കോളി. നമുക്ക് ഓരോരുത്തരുടെ കമൻറ്റ് വായിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം സൈഫുദ്ദീൻ ഗോൾഡിന് പണ്ട് ആര് പേരുണ്ട്, ഏതോ രണ്ട് പേരുണ്ട്, ഞാൻ മറന്നുപോയി. അതേപോലെ രണ്ട് പേര് മറന്നുപോയി. ഗോൾഡിന് നെക്സ്റ്റ് വീക്ക് എന്താകും എന്നുള്ള അവലോകനം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അവലോകന വീഡിയോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ നെക്സ്റ്റ് വീക്ക് ഗോൾഡ് പ്രൈസ് എന്ത് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീക്കിലും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് കുതിച്ചുയരും. നിങ്ങൾ പറയുന്ന പോലെ സ്വർണ്ണവില താഴേക്ക് പോവില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല. അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു കുട്ടൻസ് പറഞ്ഞു തരിക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലിന്റെ ബാധ്യത. ആ ഒരു കുട്ടൻസ് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഈ പണിക്കൂലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പ ലാഭം ഉണ്ടാക്കുന്ന ഭയങ്കരമായ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് മനസ്സിലാക്കാൻ പറഞ്ഞു തരാൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അത് മനസ്സിലാക്കുക. എന്താണ് ഇതൊക്കെ പാസ്വേഡൊക്കെ വെക്കുന്ന. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സ്വർണ്ണവില മുകളിലേക്ക് തന്നെ ആയിരിക്കും പോവുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ സ്വർണ്ണവില കുതിച്ച് ഉയരുന്ന സാഹചര്യമാണുള്ളത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അത്രമാത്രം ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ ഇപ്പോൾ പറഞ്ഞ ഡ്രോണുകൾ വിട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചിലതൊക്കെ റേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം, വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ ഇവിടെ ഭയങ്കരമായി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറാനിൽ. ഞാനത് എടുത്ത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇസ്രായേലിൽ തിരിച്ചാക്രമണം കിട്ടുന്നതിന് വളരെ പ്രധാനം ഉണ്ട്. കാരണം ഈ യുദ്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും എങ്ങനെയാവും എന്നുള്ളതിനൊക്കെ കൂടുതൽ വരികയാണ്. മറ്റേ ഒരു വൺ സൈഡ് അറ്റാക്ക് മാത്രമല്ല, ഇറാൻ തിരിച്ചാക്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ അതേപോലെ എന്താണ് സിജീലോ അതേപോലെ മറ്റേ ഇതുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നുപോയി. ഫത്താഹൊക്കെ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകം കാര്യം നമ്മൾ പണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ കമൻറ്റ് കേട്ടോ, എല്ലാത്തിലേക്കും വരാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സാധനത്തിൻ്റെ പേര്, മറ്റേ സിർക്കോണും പിന്നെ ഏതായിരുന്നു വേറെ ഉണ്ടായിരുന്നല്ലോ, സിർക്കോണല്ലാതെ പെട്ടെന്ന് കിട്ടണില്ല പേര്. സിർക്കോണിന് മുമ്പ് ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, കിൻസാൽ. ഓക്കെ, അപ്പോൾ അവന്മാരൊക്കെ ഹൈപ്പർസോണിക് മിസൈൽ അത് റഷ്യ ചൈനൻ്റെ അടുത്ത് ഈ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ സാധനം തന്നെ എന്താണ് ഇപ്പോൾ ഇറാൻ്റെ അടുത്ത് വരിക എന്ന് പറയുമ്പോഴേ, അപ്പോൾ അത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷമാണ് ശരിക്ക് ഇറാൻ്റെ അടുത്ത് ഇറാൻ കൊണ്ടുവരുന്നത് ഈ ഹൈപ്പർസോണിക് മിസൈൽ. 5 വെലോസിറ്റി ഓഫ് സൗണ്ട്, 12 വെലോസിറ്റി ഓഫ് സൗണ്ട്, 9 വെലോസിറ്റി ഓഫ് സൗണ്ട്, പല സാധനങ്ങളും റഷ്യ തന്നെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് അത്രമാത്രം, വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ല, സൗണ്ടിൻ്റെ വെലോസിറ്റി വലുതാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അപ് ടു വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് ഏറ്റവും വലുത്. ഇതുവരെ ഒരു ഇത് കണ്ടെത്തിയിട്ടില്ല ലൈറ്റിൻ്റെ വെലോസിറ്റി സഞ്ചരിക്കുന്ന ഒരു സാധനം 3×10⁸ മീറ്റർ/സെക്കൻഡ്. എനിവേ സൗണ്ടിൻ്റെ വെലോസിറ്റിൻ്റെ 5 ഇരട്ടിയും 9 ഇരട്ടിയും 15 ഇരട്ടിയൊക്കെയാണ് റഷ്യ തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും ഈ സാധനം ഉണ്ടാക്കുന്നതിന് ഇറാൻ ആരെങ്കിലും സഹായിച്ചോ, അത് ഇറാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നും അറിയത്തില്ല. അത് വേറെ കാര്യം. ഇറാൻ ഒരുപാട് ഡ്രോണുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഡ്രോണുകൾ കൊടുത്ത് ഈ ഉപരോധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പാലത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്തെന്ന് അറിയത്തില്ല. അതേപോലെ ന്യൂക്ലിയർ സാധനങ്ങൾ എൻറിച്ച്മെന്റിന് തന്നെ ഇറാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ എന്നും അറിയത്തില്ല. എന്തായാലും അതൊക്കെ ഒരു ഓരോരുത്തരുടെ രഹസ്യങ്ങളും മറ്റുള്ളതൊക്കെയാണ്. അങ്ങനെ പെട്ടെന്ന് സഹായിക്കുന്ന സാധനങ്ങളൊന്നും അല്ല. അത് ഒരുപാട് ഇതുണ്ട്. കാരണം അത് ഞാൻ എനിക്ക് പോകുന്നില്ല പറഞ്ഞാൽ പല ഈ കമൻറ്റുകൾക്ക് മറുപടി പറയുമ്പോൾ പലതും തെറ്റും അബദ്ധത്തിലൊക്കെ വീണ് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും നടക്കുന്നുണ്ടാവും, പലതും നടക്കാതിരിക്കുന്നുണ്ടാവും. ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകത ശരിക്കും അമേരിക്കൻ്റെ അടുത്ത് പോലും ഈ സാധനം ഇല്ല ഗൈസ്, ശരിക്കില്ല. അതൊരു ടെസ്റ്റിങ്ങിലും സ്ഥലത്ത് പരാജയപ്പെട്ടേക്കട്ടെ അവസാന നിമിഷത്തിൽ. പക്ഷേ അവർ എന്തോ പിന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അതൊരു യൂസബിൾ ഫോമിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതൊരു കൺഫേം ആയിട്ട് അമേരിക്കനായിട്ട് കൊടുക്കാൻ മാത്രം ഹൈപ്പർസോണിക് മിസൈൽ ഇല്ല. കാരണം ഹൈപ്പർസോണിക് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താടായാലും ആരോ ആയാലും ഡേവിഡ് സിംഗിളായാലും അയൺഡോമ ആയാലും ഇനിയിപ്പോൾ മറ്റേതിൻ്റെ പേരുന്ന S-400 ആയാലും ഏത് സാധനമായാലും പാട്രിയറ്റ് ആയാലും ഐറ്റങ്ങൾക്കൊന്നും എന്താക്കാൻ കഴിയില്ല, തടുക്കാൻ കുറച്ച് പണിയാണ്. അത് അത്രയും വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതിങ്ങനെ മറ്റേ വാണം പോണ മാതിരി മെല്ലെ പോകും, മറ്റേത് പറഞ്ഞ ഒറ്റ വിലവാണ് വരുന്നത്. അപ്പോൾ തടുക്കാൻ കഴിയാത്തൊരു സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇത് അമേരിക്ക പോലും
പരാജയപ്പെട്ടിട്ടാണ് ഇപ്പോൾ അവസാനം ഉണ്ടാക്കിയത്. പിന്നെ ഒരു ഡിപ്ലോയ് ചെയ്യാൻ മാത്രം ആയിട്ടില്ല, വിജയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് റഷ്യൻ്റെ അടുത്ത് ഒന്നുള്ളത്, പിന്നെ ചൈനയുടെ അടുത്ത് ഉണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊരു വായിച്ചത് ശരിയാണെങ്കിൽ. ഇപ്പോൾ ഇത് ഇറാൻ ഈ സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടാക്കിയ സാധനം ഇത് ഇത്ര രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ഓർത്തില്ല. ആരും ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു കടലിക്ക് ഒരു ഇസ്രായേലിൻ്റെ എന്നുള്ള നിലയ്ക്ക് ഒരു കപ്പലൊക്കെ ഉണ്ടാക്കിയിട്ട് കപ്പലിനൊക്കെ അറ്റാക്ക് ചെയ്താണ്ടൊക്കെ ഒരു പല ഡെമോയും പല മിസൈലുകളും അബാബിയിലും പിന്നെന്താ രാഷും പിന്നെന്താ മറ്റേ ഡ്രോണിൻ്റെ പേര് ഷാദ് 136 131 ഒക്കെ വിടലുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇവന്മാർ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധം ഈ ഹൈപ്പർസോണിക് മിസൈലിൽ ടേണിങ് ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറുകയാണ്. കാരണം തടുക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഡ്രോൺ വിട്ടതുണ്ട്. ഈ ഡ്രോൺ വിട്ട് കഴിഞ്ഞാൽ ആൻഡോം ആദ്യ ഐറ്റങ്ങളെ തകർക്കും. പക്ഷേ ബാലിസ്റ്റിക് മിസൈലൊക്കെ തന്നെ ആണെങ്കിൽ പോലും കുറേ മേലിന് ഒറ്റടിക്ക് വരികയാണ്. അപ്പോൾ ഡ്രോണിനെ തടുക്കണ മേലത്തെ കാര്യം ബാലിസ്റ്റിക് മിസൈലിനെ മറന്നാണ്ട് ആദ്യം വന്ന ഡ്രോണിനെ തടുത്ത് അല്ലെങ്കിൽ മേലിന് വരുന്ന ആശയക്കുഴപ്പത്തിലായിട്ട് ഇത് തകർക്കുകയാണ്. ആളുകൾക്കൊക്കെ ഇവിടെ നിന്നിട്ട് ഹൈപ്പർസോണിക് മിസൈൽ ഒരു 6 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. മറ്റേ മിസൈലിനാണെങ്കിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ എടുക്കുന്നത്. ആളുകൾക്ക് സൈറൺ കൊടുത്ത് ഹൈപ്പർസോണിക് മിസൈൽ സൈറൺ കൊടുക്കാനും അത്രയും എളുപ്പത്തിൽ കഴിയൂല. എന്നാലും കുറച്ചൊക്കെ ഓക്കെ 5 മിനിറ്റേലും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇത്രമാത്രം വരുമ്പോൾ ഇനി ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കും, അതേപോലെ അമേരിക്കൻ്റെ ഇമേജിനെ ബാധിക്കും. ട്രംപ് യുദ്ധത്തിന് എവിടെയും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ട്രംപ് ഇനി എങ്ങനെ ഇപ്പോൾ അഭിമാനക്ഷതം വന്നോ, അപമാനമായിട്ടുണ്ടോ? ക്ലസ്റ്റർ ബോംബല്ല, ക്ലസ്റ്റർ മ്യൂണിഷൻ ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചതാണ്. മറ്റേ സാധനത്തിൻ്റെ പേരെന്താ, ബങ്കർ ക്ലസ്റ്റർ കൊടുക്കുമോ? അത് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റിൽ ഇടുമോ? ആൾറെഡി ഇസ്രായേൽ ഇട്ടിട്ടൊന്നും തകർന്നിട്ടില്ല. അത് മാത്രമല്ല ആ സാധനങ്ങൾ യുറേനിയത്തിൻ്റെ ഫെസിലിറ്റീസ് മൊത്തം മാറ്റാൻ പറ്റില്ലെങ്കിൽ ആ സമ്പുഷ്ടീകരിച്ച് എത്ര 9 ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ മെറ്റീരിയലൊക്കെ അവരെടുത്തിട്ടുണ്ട്. ഈവൻ അവരതിന് ശ്രമിക്കുന്നില്ല എന്നാണ് ആയത്തുള്ള അലി ഖമേനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിൻ്റെ ചീഫും പിന്നെ ആരാ മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ വേറെ US ഇന്റലിജൻസിൻ്റെ മേധാവി പോലും പറഞ്ഞ് ട്രംപ് അവരുണ്ടാക്കുന്നില്ല എന്നാണ്. പക്ഷേ ട്രംപ് അതിനെ ഡിനേ ചെയ്തേക്കാണ്. എനിക്കറിയാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞത്. വേറെ കാര്യം അതൊക്കെ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം. ആദ്യം ചർച്ചയില്ല പവറുള്ളവർ പറയും, മറ്റുള്ളവർ അനുസരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. കാരണം മറ്റവർ ഉണ്ടാക്കണ്ടെന്ന് പറയുന്നത് അവർ, അല്ലാതെ മറ്റുള്ള കാര്യത്തിൽ. ഇന്നലെ വീഡിയോ ചെയ്യാൻ നേരത്തെ കസ്റ്റമർ വന്നാണ്ടാണ് പിന്നെ ഇന്ന് ഇതുവരെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആര് വരുന്നുണ്ട് അറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇറാന് നെഗോഷിയേഷൻസിന് അങ്ങനെ മുട്ടുമടക്കുന്ന അവസ്ഥയല്ല ഉള്ളത്. അത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത്രയും 2000 കിലോമീറ്റർ അകലെ അങ്ങ് ഉള്ള ഒരു സാധനത്തെ ഇറാൻ ഇങ്ങനെ തട്ടുന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം പോയിട്ട് ആ ഇസ്രായേൽ തന്നെ പോകുകയാണ്. അവിടെയും ഇവിടെയും പോകാതെ അതാണ് ഏറ്റവും വലിയ പ്രധാനം. അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ മറ്റേ പ്രധാനപ്പെട്ട പള്ളിയുണ്ട്, ഗാസ ഉണ്ട്, വെസ്റ്റ് ബാങ്ക് ഉണ്ട്, അവിടെ ജോർദാൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്. അതിലൊന്നും പോകാതെ കൃത്യമായിട്ട് ഇത്രയും അവിടെ ഈ സാധനം പോയി മുട്ടെന്ന് പറയുമ്പോൾ എവിടെ പ്രധാനം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ്റെ ഇതാണ് പല ഇതാണ് ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നു. ആ യുദ്ധക്കപ്പലുകളൊക്കെ അവിടെ ഉണ്ട്. യുദ്ധക്കപ്പലുകളൊക്കെ അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? യുക്രൈൻ്റെ നെപ്റ്റ്യൂൺ മിസൈലുകളെ കൊണ്ട് തന്നെ റഷ്യൻ്റെ കപ്പൽ മുങ്ങിയ കാലത്താണ്, സ്നേക്ക് ഐലൻഡിൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷികൾ എന്താ ഒരു കൊന്തമാടയിലേക്ക് കല്ലെടുത്തെറിഞ്ഞ തുമ്പികൾ പാറുന്ന പോലെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അവർക്ക് വിമാനങ്ങൾക്ക് വേണമെങ്കിൽ പറന്ന് രക്ഷപ്പെടാമെന്നല്ലാതെ കപ്പൽ മുങ്ങും. അതും പറക്കാനൊന്നും സമയമൊന്നും കിട്ടൂല. പറന്നത് ആൾറെഡി ആളുണ്ടെങ്കിൽ ഹൈപ്പർസോണിക് മിസൈൽ വന്ന കഴിഞ്ഞ സാധനം. കപ്പലുകൾക്ക് ഒക്കെ കറക്റ്റ് ഓൺ ദ സ്പോട്ടിൽ റെഡിയാക്കി വെച്ചൊക്കെ കാര്യം ഒക്കെ ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയാണ്ട് അതിന് അമേരിക്ക അങ്ങനെ ഇൻവോൾവ് ചെയ്യില്ല. അപ്പോൾ കപ്പലുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വലിയ പ്രധാനമാണ്. അമേരിക്ക അങ്ങനെ കയ്യും വീശം കിട്ടാൻ ഇറങ്ങാനും പറ്റില്ല. ഗൾഫ് കൺട്രീസിൻ്റെ സപ്പോർട്ട് കിട്ടണം. അവരും അതിന് റെഡിയല്ല. അവർ റെഡി ആയി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാണ്. അവർ റെഡി ആവില്ല, മോറലി അവരല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇനി നിർബന്ധത്തിനായിട്ട് പോലും അവർ ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ അസറ്റുകളും മറ്റുള്ളൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവും അല്ല. പിന്നെ അമേരിക്ക ഇവിടെ ആകാശത്തുനിന്ന് ഫെയിൽ ചെയ്താണ്ട് എന്താക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇറാഖ് ബേസിലൊക്കെ എപ്പോഴും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴും പ്രശ്നമാക്കുന്നുണ്ട്. ഇറാഖ് ഇസ്ലാം ക്രിസ്ത്യൻസും മറ്റുള്ളതൊക്കെ ആയിട്ട്. ലെബനോണ്ട് പിന്നെ ഒരു ഇതൊക്കെ ഈ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട ശത്രുവിൽ ആക്റ്റീവ് അല്ല സുബദ എന്നാലും അവിടെ ഉണ്ട്. സിറിയയിൽ പിന്നെ ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും പറഞ്ഞു വെക്കുന്ന രീതിയിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഹൂത്തികളുണ്ട്.
ഇറാൻ ഇത് പണ്ട് റെഡിയായി വർഷങ്ങളായിക്കൊണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും പിന്നെ ഹൂത്തികളും മറ്റു ഹിസ്ബുള്ളയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോഴും എപ്പോഴും തിരിച്ചടി ഇന്ത്യയിൽ തന്നെ എന്താ ഇറാനിന് അറ്റാക്ക് ചെയ്യാതിരുന്ന ഇന്ത്യ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഇത് ഞാൻ പറഞ്ഞു വെച്ചാൽ അത്രമാത്രം മിസൈലുകളും മറ്റുള്ളതും ഓൾറെഡി ഉണ്ടാകും. അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഈ യുദ്ധം നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ 2 വീക്സിലുള്ളത് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് പോയി. അതേപോലെ ഇസ്രായേൽ ഒരുപാട് ടോക്സിന് പോയി, റഷ്യ ഉക്രൈനിലും അങ്ങനെ ടോക്സ് പോയി, അങ്ങനെ പോയി. ഇതും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഹോർമോസ് കടലെടുക്കും എണ്ണൻ്റെ പ്രശ്നങ്ങളൊക്കെ ആൾറെഡി വലിയതേ വരും. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം അങ്ങാനും സോൾവ് ആക്കാം. യൂറോപ്യന്മാരുടെ ചർച്ചകളൊക്കെ തന്നെ യൂറോപ്പിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്കൊന്നും ഇതില്ല, ബ്രെക്സിറ്റുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ യു കെക്കും ഇല്ല, അമേരിക്ക പറയും, ചൈന, റഷ്യ അവർ തമ്മിലാണ് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുക. മറ്റുള്ളവരൊക്കെ പിന്നെ അതിലേക്ക് വേറെ കുറച്ച് ഞാൻ പറയുന്നില്ല, വേറെ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അതിൽ കൂട്ടലുണ്ട്, ഈജിപ്തും മറ്റേതൊക്കെ, അതൊന്നും അതിൻ്റെ ഇതില്ല. അപ്പോൾ അതിൽ തീരുമാനം അതിലാണ് വരിക. അപ്പോൾ ബങ്കർ ബ്ലസ്റ്റർ ഇട്ടാൽ തന്നെ ഇത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് ബങ്കർ ബ്ലസ്റ്റർ വരുമ്പോൾ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ബങ്കർ ബ്ലസ്റ്റർ അത് ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇത് തകർന്നു പോവോ ഇല്ല എന്നുള്ളത് കാരണം അത് അവിടെ പിടി കിട്ടാൻ പറ്റില്ല. ഭൂമിൻ്റെ അടിയിൽ എവിടെയൊക്കെയാണ് ഇത് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് എത്ര ഡീപ്പിലാണ് ഇവർ ഉണ്ടാക്കിയത്, ഈ ബങ്കർ ബ്ലസ്റ്റർ വരുമെന്നും അതിനെ തടുക്കാൻ വേണ്ടി ആഴത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ പോകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഉയരും. മാത്രമല്ല ഇറാന് ഒക്കെപ്പാടെ ഒപ്പം വിട്ടുന്നില്ല. അവർക്കും തോന്നുന്നുണ്ട് ഇത് നീണ്ടുപോയി കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ എന്താണ് ഒന്ന് വീതം 3 നേരം എന്നൊക്കെ പറഞ്ഞ് മരുന്ന് കൊടുക്കില്ല, അതേപോലെയൊക്കെയാണ് TID BID എന്നൊക്കെ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതൊരു രണ്ട് രീതിയിലും ഇപ്പോൾ ഇതിൽ ക്രിസ്ത്യാനോ ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റേത് ആരും ഇല്ലെങ്കിൽ അങ്ങനെയുണ്ട്. അതേപോലെ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ എടുക്കുകയാണ് എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കമൻറ്റിൽ നിന്നൊക്കെ ഞാൻ പോയോ, അപ്പോൾ കൂടും എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. നിയാസ് B6X ഇറാനിൽ പോയോ? ഞാൻ ഇറാനിലൊന്നും പോയിട്ടില്ല. ഇവിടെ പ്രത്യേകം തരാം. ചില ആൾക്കാർ ഞാൻ പറയും ഇറാൻ്റെ ആളാണ്, ചില ആൾക്കാർ ഞാൻ ഇസ്രായേലിൻ്റെ ആളാണ്. ഞാനതൊന്നുമില്ല. ഞാനിതിൽ വന്നാണ്ട് എന്താണ് ഇതിലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാണ്. പിന്നെ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട ജനത അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾ, നിരപരാധികൾ കൊല്ലപ്പെടരുത് എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. റഹൂഫ് വാവാദ് അസുട്ടി എന്താ ഉദ്ദേശിച്ചറിയില്ല. അബ്ദു ഹസൻ പറയുന്നതൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ പറയുക, സ്വർണ്ണവില കൂടായിട്ടായിരിക്കും കഴിഞ്ഞ ആഴ്ച. സ്വർണ്ണവില ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ എന്താ പറയുക, സ്വർണ്ണവില കൂടുതൽ സാധാരണക്കാരുടെ കണ്ണോട് നോക്കിയാൽ കാണൂല. അതാണ് അവരുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. രൂപ വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കണം നമ്മൾ. അതിൻ്റെ വഴിയായിട്ടും സ്വർണ്ണവില കൂടിയിട്ടുണ്ട്. തകർന്ന് പോകുന്നില്ല സ്വർണ്ണവില. ഏറ്റവും റെക്കോർഡ് പ്രൈസായ ഗോൾഡിൻ്റെ അടുത്താണ് ഗോൾഡ് ഉള്ളത്. 74,560 അടുത്താണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. 73,880 രൂപ പവന് ഇപ്പോഴും ഉണ്ട്. ഗ്രാമിന് 9,235 ഉണ്ട്. ഗ്രാമിന് 10,000 ആവാൻ വേണ്ടി പോകുക എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. എന്താ ഇടയ്ക്ക് ഈ പാസ്വേഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, മനുഷ്യന് ദേഷ്യം വരും. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് ഇല്ലാതാക്കാൻ പറ്റുമോ ഇന്ത്യയിൽ അറിയില്ലേ. നിങ്ങളെല്ലാവരും കൂടി എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാണാത്തതൊക്കെ. ഇന്ത്യയിലിനെ നിങ്ങളെല്ലാവരും ഒരു വലിയ ഇൻവെസ്റ്ററാക്കി മാറ്റി ഒരു യൂട്യൂബറിൽ നിന്ന്. അതിനെല്ലാവരും താങ്ക് യു. അപ്പോൾ എന്താ പറയുക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതൊന്നും ശരിയാകുന്നില്ല. പിന്നെ അപ്പോൾ സ്വർണ്ണവില ഉയരുകയാണ്. അവസാനത്ത് ഇന്നും ഉയർന്നൊക്കെയാണ്, അത് മനസ്സിലാക്കുക. ഇനിയും ഉയരും മനസ്സിലാക്കി. ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എപ്പോൾ ഉയരും. ഇതാ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതാ 3,340 എത്തിയിരിക്കുന്നു. ഇതാ ഇവിടെ നിൽക്കുകയെ ഗോൾഡ് 3,344 എത്തിയിട്ടുണ്ട്. പക്ഷേ 3,340 അടിയിലേക്ക് പോകില്ലേ. ഇവിടുന്ന് ഉയരാനാണ് സാധ്യത. വരാൻ പോകുന്ന ഏത് കാര്യം കൃത്യമായ സിസ്റ്റമിന് മാത്രമേ അറിയൂ. സെൻട്രൽ പഠന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഇതാ ഇവിടുന്ന് ഉയരാനാണ് സാധ്യത. കൃത്യം 3,340 നിന്ന് ഗോൾഡ് 3,80 അടുത്തേക്കാണ് പോയേക്കാണ്. പിന്നെ അവിടുന്ന് അവസാന നിമിഷങ്ങളിൽ സ്വർണ്ണവില ഇടിഞ്ഞാണ് $3,360 ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിൽ കൂടി ഇന്ന് കേരളത്തിൽ ഉയർന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഉയർച്ചയാണ്, ടെൻഷനാണ്. യൂറോപ്യന്മാരുമായി ചർച്ച ചെയ്ത ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഫ്രാൻസും ഇതൊക്കെ. അപ്പോൾ ഇവർ നെഗോഷിയേഷൻസ് ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ഇറാൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അറ്റാക്കിങ് നിർത്തിയിട്ടുള്ള നെഗോഷിയേഷൻസിനേ ഉള്ളൂ. മാത്രമല്ല മറ്റൊരു ഇനിയിപ്പോൾ എന്തായാലും ഓൽക്കും അഭിമാന പ്രശ്നമായിട്ട് പറയുന്നത്. ഇനി അഭിമാന പ്രശ്നം ആയതില്ലെങ്കിലും അറ്റാക്കിങ് നടക്കുകയാണ്, ബിൽഡിങ്ങുകൾ തകരുകയാണ്. ഇതും പോയി കഴിഞ്ഞാൽ ഇസ്രായേലിനും പ്രശ്നമാണ്. കാരണം ഇറാൻ എന്ന് പറഞ്ഞൊരു വലിയൊരു രാഷ്ട്രമാണ്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ എത്താൻ പറ്റിയാലും
ഇസ്രായേൽ പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലമാണ്. അപ്പോൾ അതിൽ ഒക്കെ ഇല്ലാതെ അവസ്ഥ ഒക്കെ വരും അങ്ങനത്തെ. പക്ഷെ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഈ ആയുധ കച്ചവടക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥം നടക്കുന്നത്. എല്ലായിടത്തും ജനങ്ങൾ ബുദ്ധിമുട്ടാണ്, സാധാരണക്കാർ അവരുടെ ഉറ്റവർ മരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളും വേറെ ഉണ്ടാകും, അതെല്ലാം പറയുന്നത്. പക്ഷെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേര് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ആർക്കും ആരുടെ പ്രശ്നവും ആർക്കും കേൾക്കാനും ഒന്നും ഇതുണ്ടാവില്ല. ഒക്കെ പലരും പല സമയത്തും അവരുടെ ഭരണകൂടത്തിനെതിരെ തന്നെ പ്രക്ഷോഭമൊക്കെ നടത്തിയവരായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അവരോട് സ്നേഹം ഉണ്ടെങ്കിലൊന്നും യുദ്ധത്തിന് പോവില്ല, പ്രോബ്ലം സോൾവ് ആക്കി സ്റ്റോപ്പ് ആക്കേണ്ട അവസ്ഥ ഇതൊക്കെ ഉള്ളിരുന്നു ടോക്കിലൂടെ. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഇസ്രായേൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പുറത്തേക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവരെടുത്തുണ്ട്. അപ്പോൾ ഇറാൻ ഇതിൻ്റെ ന്യായം എന്താണ്? ന്യായമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കണ്ട, അതാണ് ന്യായം. കയ്യൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്നാണ് അതിൻ്റെ നിയമം. ഓക്കെ, ഇന്ത്യയൊക്കെ ഉണ്ടാക്കി, പാകിസ്ഥാനും ഉണ്ടാക്കി. അതായത് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ബോംബ് കൊണ്ടുപോയാണ്ട് ഇറാനിൽ പൊട്ടിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ ചില കിംവദന്തികളൊക്കെ പറയുന്നത്. അതൊന്നും യഥാർത്ഥ വാർത്തകളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ പിന്നെ ട്രംപിന് ഇത് തുടങ്ങിയ ട്രംപിന് വലിയ പ്രശ്നമാണ്, തുടങ്ങിയില്ലെങ്കിലും വലിയ പ്രശ്നമാണുള്ള പോലെ. കാരണം ഇപ്പം ഒരു വേറെ മാനക്ക് ഒരു അമേരിക്കൻ വലിയ രാജാവിൻ്റെ ഇനി തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ തുടങ്ങിയാൽ പോയപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, യുദ്ധം തുടങ്ങി മറ്റൊരു അവിടെ തുടങ്ങി, അണ്ടർ ബുഷ്, അണ്ടർ ഒബാമ, അണ്ടർ ബൈഡൻ, ഓരോ കാര്യങ്ങൾ പറയല്ലോ. റഷ്യ ഇൻവേഡ് ക്രൈം അണ്ടർ ഒബാമ, അണ്ടർ ബൈഡൻ ഇൻവേഡ് ഉക്രൈൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളാണ്. ഈസ് നോട്ട് സ്റ്റാർട്ടിങ് എനി വാർ ആൻഡ് നോട്ട് ഓൺലി. ഇന്നലെ മിനിഞ്ഞാന്നത്തെ അദ്ദേഹം പറഞ്ഞത് ദിസ് വൺ നോബൽ സമ്മാനം വേണം പീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ചീഫൊക്കെ ഇപ്പോൾ അവിടെ സാധനം ഇല്ല എന്നൊക്കെ പറയുന്നത് ചിലപ്പം ട്രംപ് ഡിനൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതൊക്കെ സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ സുപ്രീം ലീഡർ ആയിട്ടുള്ള അലി ഖമേനിയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾ ഇസ്രായേലിൽ നിന്നൊക്കെ വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇറാൻ പവറാണ് ഭൂവിസ്തൃതി കൊണ്ടും റിസോഴ്സുകൾ കൊണ്ടും പിന്നെ ഉപരോധങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്. എപ്പോഴും ഇപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നത്? അമേരിക്കൻ എക്കണോമി മെച്ചപ്പെടുന്നതിന് വേണ്ടി താരിഫ് ഉയർത്തി അവിടെ GDP കൂട്ടി അവിടെ പ്രൊഡക്ഷൻ ഉയർത്താൻ വേണ്ടിയിട്ട് പുറമക്കാരൻ ഉണ്ടാക്കിക്കൊള്ളി എന്നാണ് പറഞ്ഞത്, സ്റ്റീൽ അലുമിനിയത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇറാൻ്റെ മേൽ ഉപരോധം നിർത്തുമ്പോൾ ഇറാൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, ഇറാന് അവിടെ സ്വയം പര്യാപ്തമായിട്ട് മാറുകയാണ്. ആൾറെഡി ഒരുപാട് റിസോഴ്സുകൾ, ഒരുപാട് സാധനങ്ങളുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരുപാട് എണ്ണ വാങ്ങുന്ന അതേപോലെ പല സാധനം. അപ്പോൾ ഇറാൻ ശക്തിയായിട്ട് മാറുകയാണ്. പിന്നെ ഏതൊരു പാണ്ടിപ്പട സിനിമയിൽ പറയുന്നുണ്ട്, അവർ മലയാളത്തിലല്ല അടിച്ച് തമിഴിലല്ല അടിച്ച്, എനിക്ക് മലയാളത്തിലായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇവരുണ്ടാക്കുന്ന സാധനം മറ്റുള്ള സിസ്റ്റങ്ങളിലൊന്നും വ്യത്യസ്തമായിട്ടുള്ള സാധനമാണ്. ഇത് തടുക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത സാധനങ്ങളൊക്കെ കാര്യം വരുന്നത് അങ്ങനത്തെ. അതായത് ഉപരോധങ്ങൾ വരുമ്പോൾ ആ രാഷ്ട്രം സ്വയം പര്യാപ്തമായിട്ട് മാറുകയാണ്. പിന്നീട് അവർക്ക് മേലെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഉപരോധങ്ങളാണ്. അതിന് ഉപരോധങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അവർക്ക് സ്റ്റോപ്പ് ആകാൻ പോകുന്നില്ല, ആൾറെഡി ഒരു ഉപരോധത്തിലായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ റഷ്യൻ ഒക്കെ ഉണ്ട്, ഉപരോധങ്ങളായിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പോൾ വേറെ ഒരു ആക്സിഡൻറ്റ് വരികയാണ്, പറഞ്ഞു പോവാണ്. അപ്പോൾ എന്താണ്, ഇതാണോ മാരകമായ കുറയൽ എന്നാണ് അനിൽ പറഞ്ഞിട്ടുള്ളത്. മാരകമായ അത് എന്തോ കുറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ചെറിയൊരു കുറൽ പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ്. കാരണം അത്രയും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ആരോ പറഞ്ഞതുപോലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ആറ്റ് ഈ സ്പീക്ക് ദെൻ വൈ ഗോൾഡ് പ്രൈസ് ഈസ് നോട്ട് ഇൻക്രീസിങ് എന്ന് ചോദിച്ചല്ലോ. അതിന് കാരണം ഇത് തന്നെ, കുറച്ച് ഓയിലിലേക്ക് പോയി, പിന്നെ ലാഭം എടുക്കുന്നവർ ലാഭം എടുത്തു, ഫിസിക്കൽ ഫോമിലുള്ള ഗോൾഡ് പ്രൈസ് അങ്ങനെ മുകളിലേക്ക് പോകും. നേരത്തെ മുമ്പ് ഉണ്ടായ 2 ടെൻഷൻ നമ്മൾക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഓർമ്മയുണ്ട്. അതേപോലെ മറ്റേ ഇതും എന്താവും, പേപ്പർ ഗോൾഡ് ലാഭമെടുക്കും, ഉയരും, ലാഭം എടുക്കും, എന്നാലും അതിൻ്റെ ട്രെൻഡ് മുകളിലേക്ക് അങ്ങനെ അതും പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഗോൾഡ് പ്രൈസ് അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പോകും. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് അങ്ങനെ ആകുമ്പോഴാണ് എന്തായാലും 40,000 ആയപ്പോഴാണ് ഞാൻ പറഞ്ഞത് തുടങ്ങിയത്. അപ്പോഴാണ് ഈ യുദ്ധങ്ങളും വന്നത്. 43,000 ആയപ്പോഴാണ് ഇറാനും ഗാസ പ്രശ്നങ്ങൾ വന്ന്, ഇറാൻ ഗാസല്ല ഇസ്രായേൽ ഗാസ, പിന്നെ അങ്ങോട്ട് 50 കടന്നു പോകുന്ന അവസ്ഥ വന്നു. മറ്റേ ഇറാനും ഇസ്രായേലും വന്നപ്പോൾ പിന്നെ റഷ്യ ഇതിനും ട്രംപിൻ്റെ വരവൊക്കെ ആയതുകൊണ്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ കമൻറ്റുകൾ പോയി വായിച്ച് പോട്ടെ, വൺ സൈഡ് ആയി മാറില്ല. അബൂബക്കർ എല്ലാവരും ലേക്ക് കൊടുക്കുക, ഇയാൾ 10 പവൻ സ്വർണ്ണമാകട്ടെ. ഇതൊക്കെ ഇന്ത്യയിലെ നിങ്ങൾ പറയാൻ തെറ്റിപ്പോവും. ഇന്ത്യയിലെ വീഡിയോ ചെയ്ത് തന്നെ ഈ ഇതിൻ്റെ ടെൻഷനിലാണ്. ഇന്ത്യയിൽ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ,
ഇന്ത്യയിലൊക്കെ മാർക്കറ്റിൽ എൻ്റർ ചെയ്താണ്ട് ഹെവി ലോഡിങ്ങിലാണ്, ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാധാനം വരട്ടെ യുദ്ധത്തിൽ എന്നാണ് ഇന്ത്യയിൽ പറയാറ്. ഇന്ത്യയിൽ സ്വർണ്ണവില ഉയരണം കൂടണം എന്നല്ല, യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ, എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ആഗ്രഹം. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കുറഞ്ഞു വരുന്നു അർഷാദ്. അതൊന്ന് ജോലി തിരക്ക്, പിന്നെ ഇതിന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് നോക്കണം. നമ്മുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും കൂടി ഇന്ത്യയിൽ ഒരു വലിയ ഇൻവെസ്റ്ററാക്കി മാറ്റിയായിരുന്നില്ലേ. അപ്പോൾ അത് അങ്ങനെ ഇത്, പിന്നെ മറ്റുള്ള കാര്യങ്ങളും, പിന്നെ ജോബിൻ്റെ ടെൻഷനും ഇതൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ ഇന്ന് നമ്മൾ മറുപടി പറഞ്ഞതാണ് ഈ ലേൺ വേൾഡ് ചോദിച്ചത്, ജിയോ പൊളിക്കൽ ടെൻഷൻ അറ്റ് ആർ ഇൻ ദ പീക്ക് സ്റ്റേജ് വൈ സ്റ്റിൽ ഗോൾഡ് ഗോയിങ് ഡൗൺ വഴി എന്നല്ല പറഞ്ഞത്. ഷിഹാബുദ്ദീൻ 10 രൂപ കുറയുമ്പോൾ തകർന്നരിപ്പണമായി എന്ന് പറയുന്നത് എന്തിനാണ്? അത് ഓരോരുത്തരുടെ അടുത്തുള്ള ഇതിനനുസരിച്ചാണ്. ഒരു ഗ്രാമിന് 10 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ഉള്ളവന് എത്ര കുറയും എന്നുള്ളതും, പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടിച്ചിൽ വന്നാൽ തന്നെ അത്ഭുതം തന്നെയാണ്. ഇനി തിങ്കളാഴ്ച കൂടുമ്പോൾ കുറയുമ്പോൾ സംശയം ഞങ്ങൾക്ക് ഉണ്ടാവും. തിങ്കളാഴ്ച ഇപ്പോൾ ചെറിയ ലാഭം എടുക്കലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നെക്സ്റ്റ് വീക്ക് എപ്പോഴും എന്തായിരിക്കും, മുകളിലേക്ക് തന്നെ ആയിരിക്കും ട്രെൻഡ്. ഫെഡറലിൻ്റെ വോക്കിഷ്നെസ്സും ഡോളർ സ്ട്രെങ്തനിങ്ങും പിന്നെ പ്രീമിയം ഓയിലിലേക്ക് നീങ്ങിയതും ഒക്കെ ഒരു സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ടായാലും ഇതൊരു ഗ്രാജുവൽ പുഷായിരിക്കും. ഈ കളി എല്ലാവർക്കും അറിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എല്ലാവരും ബുദ്ധിജീവികളെ ഉണ്ടാവുള്ളൂ. രാവിലെ നിങ്ങൾ പോവേണ്ടേ, ജോലിക്കാർ വേണ്ടേ, അംബാനിക്കും അദാനിക്കും ഇലോൺ മസ്കിനും, പിന്നെ ഞാൻ പേര് പറയുന്നില്ല, അവർക്കൊക്കെ പണിക്കാർ വേണ്ടേ, ജോലിക്കാർ വേണ്ടേ. ജോലിക്കാരുണ്ടാകണമെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇതൊന്നും ഈ ട്രിക്കൊന്നും അറിയാതെ നിൽക്കണ്ടേ. അങ്ങനെ അവർ ജോലിക്ക് പോകും, അവർ പഠിക്കാൻ പോവുകയാണ്. ചില ആളുകൾ എന്തിനാണ് നിൽക്കുന്നത്, അവർ ഇലോൺ മസ്കും ട്രംപും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. മറ്റുള്ള ആളുകൾ എന്താണ് ശ്രമിക്കുന്നത്, ഇലോൺ മസ്കിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെയും ഉയർന്ന കമ്പനിയിൽ ജോലിക്കാരനാവാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് അവന് സ്കൂൾ ബാഗും തൂക്കിയാണ്ട് രാവിലെ തന്നെ അവനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അവനിത് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല. ഇപ്പം ഞാൻ തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പേടിയാ, ഈ ചങ്ങായി എന്ത് തേങ്ങയാണ് പറയുന്നവർ. കാരണം ജോലിക്കാരനാവാൻ വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ജോലിക്കാരനാണ്, എങ്ങനെ വലിയ ജോലി നേടാം. ചിലർക്ക് ചെറിയ ജോലി മതി, ചെറിയ ജോലി തന്നെ കൂടിക്കോളും. എന്തിന് അർത്ഥമുണ്ടോ ജോലിക്കാരനാവാൻ വേണ്ടി? അത് സിസ്റ്റം അങ്ങനെ ഉണ്ടാക്കി. സിസ്റ്റം ആരാ ഉണ്ടാക്കിയത്? സിസ്റ്റം ഉണ്ടാക്കിയത് ഇവന്മാരൊക്കെ പല കൂടിയാണ് ഉണ്ടാക്കുന്നതാണ്, അവർക്ക് പണിക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മൈത്രേൻ്റെ ഒരുപാട് വാദങ്ങൾ എന്തെങ്കിലും തള്ളുന്നുണ്ട്. പക്ഷേ മൈത്രേൻ പറയുന്നല്ലോ, ഇപ്പോൾ ഈ പോലീസും ഇതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്പന്നരുടെ പണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലേ ഞാൻ പറയുന്നത്. ഈ സമ്പന്നരുടെ പണം പാവപ്പെട്ടവർ അടിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ. അതിന് മാത്രമല്ല കേട്ടോ, എല്ലാത്തിനും ഉപയോഗിക്കരുത് അയാൾ പറയാം. അപ്പോൾ അതേപോലെ സിസ്റ്റം എന്ന് പറയുന്നത് അതിനു വേണ്ടി നിങ്ങൾക്ക് ഓരോ മോട്ടിവേഷനും കിട്ടും, നിങ്ങൾക്ക് പുസ്തകങ്ങൾ കിട്ടും, ഒക്കെ എന്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇളവുകൾ കിട്ടും, നിങ്ങൾക്ക് സ്റ്റിമുലസുകൾ കിട്ടും, നിങ്ങൾക്ക് എന്താ മറ്റേ പേര് മറന്നല്ലോ, ഓരോ മാസം കിട്ടുന്ന ഓരോ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഓരോ ടൈപ്പ് പെൻഷൻ, അതൊക്കെ 1000 രൂപ തരുന്നതും ഒക്കെ. അതൊക്കെ നിങ്ങളത് വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്തിനത് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയൽ മണി എന്ന് പറയുന്ന സാധനം ഗോൾഡാണ്. ആ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്കേ പോകുള്ളൂ. മറ്റുള്ള സ്റ്റോക്കുകളൊക്കെ അതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഏത് സമയത്തും ആർക്കും അത് ഷെയറുകളും മറ്റും വലിച്ചത്. പക്ഷേ ഗോൾഡിന് ആർക്കും എന്തും ചെയ്യാൻ പറ്റില്ല. കാരണം ദിസ് വൺ ഈസ് ദ ഓൺലി റിയൽ മണി. സിൽവറും ഉണ്ട്, പ്ലാറ്റിനം അതിൻ്റെ മുമ്പ് 4000 അടിച്ചു വന്നത് വേറെ കാര്യം. എന്നാൽ ഞാൻ പറയാം, ഈ പ്രഷ്യസ് മെറ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റിയൽ മണി, കോർ ഓഫ് സെൻട്രൽ ബാങ്ക്. എവരിബഡി ഈസ് ബൈയിങ്. എല്ലാ രാഷ്ട്രങ്ങളും, റഷ്യയിലും ഉക്രൈനും ഉക്രൈൻ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല, മറ്റുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഒക്കെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്രേ ഉള്ളൂ എന്ന് പോലും ഞങ്ങൾക്ക് പറഞ്ഞു. എത്ര ടണ്ണാണ് ഉള്ളത്? വെറും 2.4 ലക്ഷം, ഇൻക്ലൂഡിങ് ഭൂമിൻ്റെ അടിയുള്ളത് കൂടി. അല്ലെങ്കിൽ 1.8 ടൺ മെട്രിക് ടൺ ഗോൾഡ് പോലെ ഉള്ളൂ. അത് തന്നെ 46% ഈ ചെറിയ മറ്റൊരു രൂപത്തിലാണ്. 15% ബാങ്ക് എന്തിനുള്ളത്, ഈ എന്താ അതിൻ്റെ പേര് മറന്നു പോയി ഇന്ത്യയിൽ, മറ്റേ എന്താണ് അതിൻ്റെ പേര്, 50% സെൻട്രൽ ബാങ്കുകളായിട്ടും പിന്നെ കുറച്ച് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തായിട്ടും ഒക്കെ പോകുക. അങ്ങനെ സെൻട്രൽ ബാങ്കുകളിലേക്ക് മറ്റുള്ളത് ഇങ്ങനെ പോകുക. അത് നിങ്ങളിന്ന് പോകും, അത് നിങ്ങൾ മനസ്സിലാക്കില്ല. അപ്പോൾ എവിടുന്നൊക്കെ അത് പോയത്. ഇനി ജെസ്സി പോൾ പവനിൽ 10 രൂപ കുറഞ്ഞു കാണും, അതാണ് വലിയ തകർച്ച. ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 രൂപ കുറഞ്ഞാൽ തന്നെ 10 രൂപ കുറയില്ല കേട്ടോ, ചുരുങ്ങിയത് 80 നമ്മളവിടെ മാറ്റം എത്തുള്ളൂ. ഇങ്ങനെ കമൻറ്റ് അടിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ അമേരിക്ക. ഞാൻ കമൻറ്റുകൾക്ക് മറുപടി പറഞ്ഞിട്ടേ പോകുന്നു കേട്ടോ. ഈ വീഡിയോ ഇങ്ങനെ ഒരുപാട് ചെയ്യുമ്പോൾ ചിലപ്പം ചെയ്യുന്നുണ്ട്, ചെയ്യില്ല. വീണ്ടും കുതിച്ചു വരും, നാളെ മറ്റന്നാളും പിറ്റന്നാളും കുതിച്ചു വരും എന്നൊക്കെയാണ് ഷിജു പറയുന്നത്. സൈഫുദ്ദീൻ ലണ്ടൻ മാർക്കറ്റ് തുറന്നതിന് ശേഷം സ്വർണം എത്രയോ താഴേക്ക് പോയത് എത്രയോ ഇപ്പോൾ കൂടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. അതിങ്ങനെ ലാഭം എടുക്കുന്നുണ്ട്. ചില സമയത്ത് ട്രേഡിങ് കൂടി ഭയങ്കരമായിരിക്കും, പക്ഷേ ഓൾവേസ് ട്രെൻഡ് ഈസ് പോസിറ്റീവ്. അത് മനസ്സിലാക്കുക. ഇടിയുന്നില്ല, മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോൾ ആകാശം
ഇടിഞ്ഞു വീഴുന്നേ എന്ന് പറഞ്ഞ് കരയുന്ന കോഴിക്കുഞ്ഞിനെ പോലെ നിങ്ങൾ ആവരുത്. ഇറ്റ് ഈസ് എ ഓപ്പർച്യൂണിറ്റി ഫോർ ബൈയിങ്. നിങ്ങൾ വാങ്ങുമ്പോഴാണ് ലാഭം നിശ്ചയിക്കുന്നത്, വിൽക്കുമ്പോഴല്ല. ബട്ട് അതിൻ്റെ അർത്ഥം വിൽക്കുന്ന കറക്റ്റ് പോയിന്റിലാണ്. ഞാൻ പേപ്പർ ഗോൾഡിൻ്റെ ബേസിൽ സംസാരിച്ച് പറഞ്ഞതെന്നുള്ളൂ. ഫിസിക്കൽ ഓൾവേസ് സേഫ് ആൻഡ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആൻഡ് വാട്ട് കാൻ ഐ സേ, അത് അത്രയും സെക്യൂറാണ്. ബട്ട് യു ഹാവ് ടു പ്രൊട്ടക്ട് ഫ്രം തീഫ്. അപ്പോൾ നിൻ്റെ പ്രവചനമെല്ലാം പൊട്ടിയല്ലോ ലേൺ വേൾഡ്. എന്താ ചെയ്യുക? എന്ന് മുതൽ ഞാൻ പറയാൻ തുടങ്ങിയത് 32,000 മുതൽ ഇവിടെ എത്തിച്ചു. ഇനിയിപ്പോൾ 1,00,000 ആവുമെന്ന് പറഞ്ഞ് ഇത് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഉയരാൻ പോവുകയാണ് എന്നുള്ളത്. ഇത് കുറയാൻ പോകുമെന്ന് ആദ്യം വെറുതെ തീർത്താലല്ലേ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പോവേണ്ടേ ഈ സാധനം? ആ പോകുന്ന പ്രോസസ്സിന് എന്തെങ്കിലും വേണ്ടേ? അത് സാധാരണ തല കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് കുറയുമെന്ന് കരുതുന്നത്. ഇത് ഉയരുമെന്ന്. അപ്പോൾ ഞാനും ഉയരുമെന്ന് പറഞ്ഞു. ഭയങ്കരമായ രീതിയിൽ ഉയരുകയും ചെയ്തു. ഭയങ്കരമായി $3,450 അടുക്ക് പോയി. കേരളത്തിൽ പോകുമ്പോൾ അടുക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോൾഡ് അതുവരെ പോയിട്ട് ലാഭം എടുത്ത് താഴേക്ക് വന്നു. ആര് ലാഭം എടുക്കാൻ വേണ്ടി ഗോൾഡിനെ വിധേയമാക്കി? ഈ വാങ്ങിയവർ തന്നെ ലാഭം എടുക്കാൻ വേണ്ടി ഗോൾഡിനെ മുകളിലേക്ക് കൊണ്ടുപോയി. അവർ മുകളിലേക്ക് എത്തിച്ചു. അവർ വിറ്റപ്പോൾ ഗോൾഡ് എന്തായാലും താഴേക്ക് പോയി. അവരെന്നെ വീണ്ടും താഴേന്ന് വാങ്ങും, അവർ മുകളിലേക്ക് പോകും. ഈ വീഴ്ചകളിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകളുടെ പണവും പോകും. മനസ്സിലായിക്കോട്ടെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ സാധനം മുകളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഗോൾഡ് മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നെന്താണ് ചാനൽ പൂട്ടി കയറി എനിക്കറിയില്ല. ഇറാൻ്റെ പോലെ ഇന്ത്യയിൽ ഒക്കെ ഉണ്ട്. അറിയാതെന്തൊക്കെ പറയണ്ടോ? ഭയങ്കര ഉയർച്ചനാവും. നീ കുറയും പറഞ്ഞാൽ കൂടും. അത് വിചാരിച്ചിരുന്നോടി. അശോകൻ മമ്പുള്ളി ഇനി എന്ന് കുറയുന്ന സാധനം ഇതിനില്ല. ഇതിന് ഉയർച്ചയേ ഉള്ളൂ. ഇത് കുറയുന്നത് പിന്നെ ലാഭം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അവർ വീണ്ടും വാങ്ങാൻ വേണ്ടിയിട്ട് അവർ തന്നെ ലാഭം എടുക്കും. വാങ്ങിയവരെന്നെ വിൽക്കും. അല്ലാതെ സെൻട്രൽ ബാങ്ക് വിറ്റിട്ടല്ല. ഓക്കിഷ്നസ് മറ്റേ തേങ്ങ വാങ്ങാനൊക്കെ പറഞ്ഞു അവർ തന്നെ അതിലേക്ക് ഡോളർ ഇടയ്ക്കൊന്ന് സ്ട്രെങ്തനിങ് നടത്തും. എന്നാലോ അതിൻ്റെയൊക്കെ പരിമിത വിധം മൊത്തം അത് ഉയർച്ചയില്ല. ഇനി അടുത്ത കമൻറ്റുകൾ പിന്നെ വായിച്ചാൽ പിന്നെ എന്താണ് റഹൂഫ് ആവാത് ബന്ധു ടീക്ക് സയ്യാക്യാർ അപ്പം എന്തൊക്കെയാണ് മനസ്സിലാകുന്നത്. ഷിജു പി കുറച്ച് ദിവസങ്ങളിൽ അതിഭീകരമായി കുതിച്ചു വരിക തന്നെയാണ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യമല്ല ഒന്ന് ചേട്ടാ തന്നെ ഷിജു പി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. ഫെഡറൽ റിസർവ് നിരക്കുകൾ മാറ്റം വരുത്തില്ല. സ്വർണ്ണവിലയിൽ നിന്ന് മാറ്റമില്ലാത്തതോടെ വളർച്ച. സൈഫുദ്ദീൻ ജോമോ ജോൺസൺ ഹായ് ഡേൺവർ കൂടുന്നില്ല. അനീസ ഫാത്തിമ ഹായ്. അനീഫ ഫാത്തിമ അല്ല അനീസ മറ്റത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൽ FMOC മീറ്റിംഗ്. ഞാൻ കുറേ ആൾക്കാർ സൈഫുദ്ദീൻ അനീസ അങ്ങനെ ഒരുപാട് പേരുകൾ ഷിൻഡോ ഒക്കെ കുറേ കമൻറ്റുകളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിൽ പറയാം. പ്രസന്നകുമാരി തോട്ടിക്ക് നീളം വളരെ കുറവാണ്. എന്താ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പിന്നെ ഇന്നലെ ഞാൻ കമൻറ്റ് വായിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾ വന്നിട്ട് പിന്നെ നീണ്ടുപോയി. ഇതെല്ലാം എനിക്ക് തോന്നിയത് മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നിയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വാർത്തകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ചില ഇതൊക്കെ കമൻറ്റുകളൊക്കെ ഉണ്ട് ചോദിക്കുന്നത്. അപ്പോൾ TK കൂരാടൊക്കെ എന്തൊക്കെയോ കമൻറ്റുകൾ കുറേ അടിച്ചിട്ടുണ്ട്. ഞാൻ പല രാഷ്ട്രങ്ങളെയും വേറെ ചില രാഷ്ട്രങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറയുന്നത്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഓരോ വാർത്തകൾ. ഒരേ പക്ഷം പിടിച്ച് നമ്മൾ പറയുകയില്ല. പിന്നെ നിരപരാധികളുടെ പക്ഷമാണ് ഇന്ത്യ എന്നുള്ളൂ. ഇയാൾ പറഞ്ഞ വേറെ രാഷ്ട്രത്തിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ കൂടുതലായി പറയുന്നത് വേറെ കാര്യം. സെക്യൂരിറ്റി കണ്ട് പിന്നെ പറഞ്ഞ രാജ്യം ഇതുപോലെ വേറെയാണ്. അതാണ് അത്ഭുതം. ഹേമന്ത് നിങ്ങളല്ല യുദ്ധം വന്ന സ്വർണ്ണ കുതിപ്പ് തുടരുമെന്ന് പറഞ്ഞത് എന്നൊരു സ്വർണ്ണ കൂടല്ലേ എന്നത് മനസ്സിലാത്തത് എനിക്കറിയില്ല. ഗോപകുമാർ ഈ ആഴ്ച ഭയങ്കരമായിട്ട് കൂടുമെന്ന് പറഞ്ഞത്. ഈ ആഴ്ചൻ്റെ പ്രത്യേകത എന്താ അറിയോ? വന്നപ്പോൾ തന്നെ തുടങ്ങിയത് തന്നെ പെരുജാതി കൂടുതലോടെയാണ് കൂടിയിട്ടുള്ളത്. ഭയങ്കരമായി കൂടിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ഗോൾഡ്. അത്രയും ഉയരത്തിൽ അതിൽ അവർ കുറച്ച് ലാഭം എടുത്തു. ഫെഡറലിൻ്റെ ഹോക്കിഷ്നെസ് നടത്തി. ഡോളറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രെങ്തനിങ് നടന്നു അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഒരു യൂറോപ്യന്മാരോട് സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്താ കാട്ടണം, നിങ്ങളെപ്പോലെ ആൾക്കാരല്ല ഇൻവെസ്റ്റേഴ്സ് അവർ കുറയാന്ന് കരുതിയാന്നുള്ളൂ. അത് കുറയുന്നല്ല.
ഇത് ഈ ട്രേഡേഴ്സായി പറയും, ട്രേഡേഴ്സിൻ്റെ കുറച്ചിലാണ് ഈ കുറച്ചിട്ടുള്ളത്, അല്ലാതെ മറ്റുള്ള കുറച്ചിൽ ഗോൾഡിൻ്റെ ഇത് മാറിയിട്ടില്ലാന്ന്. ട്രേഡേഴ്സ് ലോകത്തിലെ മൊത്തം ആളുകൾ അങ്ങനെ ചിന്തിച്ച് പോയി എന്നുള്ളൂ. അതൊക്കെ റിയാലിറ്റി ഉൾക്കൊള്ളും. അതേപോലെ സെൻട്രൽ ബാങ്കിൻ്റെ ബൈയിങ്ങും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ്ങും നടക്കും. അതോടുകൂടി ഇത് ഉയരും. ഓക്കെ, അപ്പോൾ ഉയരാനാണ് പോകുന്നത്. ഇത് തന്നെയാണ് പലപ്പോഴും പലരും അബദ്ധം പല സമയങ്ങളിലും 43,000 53,000 ഒക്കെ 60,000 പേര് പറ്റി. ഇനിയും നിങ്ങൾ വീണ്ടും സെയിം മിസ്റ്റേക്ക് ചെയ്യരുത്. ഇത് കുറേ സമയമായിട്ടോ, ഇനി അടുത്ത പറയാം. അപ്പോൾ ചേക്കുട്ടി എന്തൊക്കെ പറയുന്നുണ്ട് ഒക്കെ പിന്നെ പറയാം. റേറ്റ് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട് ഷൈമോ. ഇത് റേറ്റ് പറയുന്ന ചാനൽ മാത്രമല്ല കേട്ടോ, ഇത് എല്ലാത്തിനും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ 73,880 ജംഷി PP അപ്പുറം കമൻ്റ് ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 73,880 അല്ലേ, ഗോൾഡ് ഉയരും. ഉയരും. അത് അങ്ങനെയാണ് അതിൻ്റെ പോവുക. ഹൈയും ലോവർ ലോയും അതങ്ങനെ മുകളിലേക്ക് പോയി കാണില്ല. അങ്ങനെ എത്രയോ ഉയരുന്നു അത്ര താകാതെ അങ്ങനെ മുകളിലേക്ക് പോകും. ലാഭമെടുത്ത് എന്നാൽ ഡിമാൻഡും ഇൻഫ്ലേഷനും സെൻട്രൽ ബാങ്ക് ബൈയിങ്ങും ട്രേഡേഴ്സിനും വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതൊക്കെ കാരണം മുകളിലേക്ക് സപ്പോർട്ട് ഉയർത്തി അങ്ങനെ പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇപ്പോഴത്തെ സിസ്റ്റം ഇത് വെച്ചിട്ടോ, ഇത് ഓരോ സമയത്ത് ഓരോ സീസ്ഫയർ ടാക്സ് വരുന്നതും മറ്റൊക്കെ ഉണ്ടാവട്ടെ എന്ന് എന്തെങ്കിലും പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ജനങ്ങളുടെ കഷ്ടപ്പാട് അത്ര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ. അപ്പോൾ അടുത്ത അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ നല്ല വാർത്തകൾ വരികയാണെങ്കിൽ, സീസ്ഫയർ വരികയാണെങ്കിൽ സ്വർണ്ണവില ഇടിയും. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഉയരുന്ന അവസ്ഥയാണുള്ളത്. അമേരിക്കൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. ഓക്കെ, പിന്നെ ഓരോ രാഷ്ട്രങ്ങൾക്ക് ഇറാനിൽ താല്പര്യമുള്ള രാഷ്ട്രങ്ങളാണ്. റഷ്യക്കാരും ചൈനക്കായാലും അവർക്കൊക്കെ ഇപ്പോൾ ഉള്ള റിജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ള വേറെയും പല രാഷ്ട്രങ്ങളുണ്ട്. ഇന്ത്യയൊക്കെ നല്ല ബന്ധത്തിലാണുള്ളത്, അതേപോലെ ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ഒക്കെ വളരെ പ്രധാനമാണ്. അടുത്ത മണിക്കൂറുകളും ഉള്ള ഓരോ വാർത്തകളും പിന്നെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ കമൻറ്റുകൾ നൽകി, അപ്പോൾ ഇതിന് മറുപടി എടുക്കാം. ഒരു ത്രില്ല് വേണ്ടേ, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി എടുക്കുമ്പോൾ രസമുള്ളൂ. പിന്നെ തിങ്കളാഴ്ച കുറയുക എന്നുള്ളത് പിന്നെയുള്ള മണിക്കൂറുകൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിർണായകമാണ്. അപ്പോൾ ചെറിയൊരു നെഗറ്റീവ്നെസ് ഉണ്ട്, ഇത് കാര്യമാക്കണ്ട. ഇനിയിപ്പോൾ അത് ഉയരാൻ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യത. ഇനി രാവിലെ അങ്ങനെ ചവിട്ടി പിടിച്ചാൽ പോലും അത് മുകളിലേക്ക് വെച്ചാൽ രാത്രി ആകുമ്പോൾ അതിന് ഉയരും. അപ്പോൾ ഉയരാനെ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ.